ഞാൻ മിനിഞ്ഞാന്നുണ്ടായ സംഭവത്തെ സംബന്ധിച്ച് ഇന്നലെ തന്നെ പ്രതികരിച്ചിരുന്നു. ഇന്നലെയാണ് മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത്. അത് ഒരു ആദിവാസി അമ്മ മരിച്ചതിന് ശേഷം അതിനെ ശവസംസ്കാരത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസ് കിട്ടാത്തത് കൊണ്ട് മറ്റ് വാഹനങ്ങളിൽ കൊണ്ടുപോയി എന്നുള്ള വാർത്ത. നമുക്ക് സംവിധാനങ്ങളെല്ലാം നല്ലപോലെ ഉണ്ട് കേരളത്തിൽ. വ്യാപകമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല. ആ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾ പലപ്പോഴും അത് കൃത്യസമയത്ത് ചെയ്യാത്തതിൻ്റെ ദോഷമാണ്. ഗവൺമെൻറ് ആ കാര്യത്തിൽ നല്ലപോലെ ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ കൃത്യവിലോപം നടത്തിയ പ്രത്യേകിച്ചും പ്രൊമോട്ടർ ഉൾപ്പെടെയുള്ള ആളുകളിൽ കൃത്യവിലോപം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നടപടി എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് വാർത്തയിലൂടെ വന്നു. തീർച്ചയായിട്ടും നമുക്ക് മുൻകൂട്ടി ഈ കാര്യങ്ങളെല്ലാം കണ്ട് നടപടി സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത്. ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു മറുപടിയോ ഇടപെടലോ ഉണ്ടാകുന്നില്ല എന്നവിടെ പ്രതിഷേധവും ഹർത്താലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മന്ത്രിയുടെ ഒരു കുറ്റമായിട്ട് കാണേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ ഇത്തരം ചെറിയ സംഭവങ്ങളെല്ലാം മന്ത്രി വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതിനാണ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ അതുകൂടാതെ തന്നെയാണ് മറ്റ് ഏജൻസികളുടെ കൂടി സഹായത്തോടു കൂടിയാണ് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ST പ്രൊമോട്ടർമാരെ നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് ഇങ്ങനെയുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടി കഴിയും. മനസ്സിലാക്കുന്ന ഈ ഭൗതിക ശരീരം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് വന്നത് മറ്റ് രോഗികളെ കൊണ്ടുപോകാൻ വേണ്ടി പെട്ടെന്ന് ഉപയോഗിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അങ്ങനെ വീഴ്ച വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. 2 മണിക്കൂറോളം അവർ കാത്തിരുന്നു. ആണ് കൃത്യസമയത്ത് അത് ഇടപെട്ട് കൈകാര്യം ചെയ്യുന്നതിനുള്ള താഴെത്തട്ടിലുള്ള ആളുകളിലെ ഒരു വീഴ്ചയാണ്. അല്ലാതെ അത് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന വീഴ്ചയല്ല. ഇല്ല, അത് ചില ഉദ്യോഗസ്ഥന്മാർ ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആളുകളെ ചെറിയൊരു ലാപ്സ് വരുത്തുന്നതുകൊണ്ടാണ് ഈ വലിയ ഒരു വാർത്ത വരുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അത് കൃത്യമായിട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ സംഘടിതരായിട്ടുള്ള ആളുകൾക്ക് മാത്രം നീതി ലഭിക്കുകയും അല്ലാത്ത ആളുകൾക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മുടെ കേരളത്തിലില്ല. എന്നാൽ ഇന്ത്യയിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഉണ്ട്. നീതി നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ കേരളത്തിലുണ്ട്. മാധ്യമങ്ങളുണ്ട്, സാമൂഹിക സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഗവൺമെൻറ് ഉണ്ട്. കൃത്യമായിട്ട് ഇടപെട്ട് പോവുകയാണ്. വീഴ്ചകൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ, എല്ലാവർക്കും സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ബില്ല് ഇന്ന് വരുമെന്ന് കേൾക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം നേരത്തെ അറിയിച്ചതാണ്. ഇന്നലെയാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഇന്നലെ പെട്ടെന്ന് പിൻവലിച്ച് അല്ലെങ്കിൽ ഇന്നലത്തെ മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെയും ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് വീണ്ടും അത് വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നുള്ള ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. തീർച്ചയായിട്ടും അതിനെതിരായിക്കൊണ്ടുള്ള ശക്തമായ എതിർപ്പാണ് പാർലമെൻറ്റിൽ ഉണ്ടാകുക. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടാണ്. എന്തെങ്കിലും ചർച്ചകളോ കൂടിയാലോചനയോ ഇന്ത്യ സഖ്യമായിട്ട് നടത്തിയിട്ടുണ്ടോ? ഒറ്റയ്ക്ക് പാർട്ടികൾ നടത്താതെ ഒറ്റയ്ക്ക് പാർട്ടികൾ നടത്തിയിട്ടുണ്ട്. CPMൻ്റെ നിലപാട് ഈ ബില്ലിനെ ശക്തമായിട്ട് എതിർക്കണമെന്നാണ്. കോൺഗ്രസ് ആ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. മറ്റ് റീജിയണൽ പാർട്ടികളെല്ലാം, കാരണം റീജിയണൽ പാർട്ടികൾക്കെല്ലാം ദോഷം വരുന്ന ഒരു ബില്ലാണത്. അതുകൊണ്ട് റീജിയണൽ പാർട്ടികളെല്ലാം ഇതിനെ എതിർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.